Hi everyone, welcome to I+. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കേറ്റഡ് കാറ്റഗറി 2 സയൻസിൽ ഫിസിക്സിൽ വരുന്ന ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് സെഷൻ നമ്മൾ എന്താണ് കൈനറ്റിക് എനർജി, എന്താണ് പൊട്ടൻഷ്യൽ എനർജി, പിന്നെ എനർജി അതിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എനർജി, അതായത് ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഓരോ മെഷീൻസിലും അല്ലെ ഓരോ എല്ലാ മെഷീൻസിലും എനർജി എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ആ ഒരു എനർജി ചേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ഊർജ്ജ പരിവർത്തനത്തിൽ ഫസ്റ്റ് വൺ ഡയനാമോയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനർജി എങ്ങനെയാണ്, ഏത് എനർജി ആയിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഡയനാമോയിൽ സംഭവിക്കുന്ന യാന്ത്രികോർജ്ജം, അതായത് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായി മാറും. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ് ഡയനാമോയിൽ എന്താണ് സംഭവിക്കുന്നത്? യാന്ത്രികോർജ്ജം മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജിയുടെ രണ്ട് ഫോംസ് ആണ് എന്തെന്ന് പറഞ്ഞത്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഡയനാമോയിൽ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അടുത്ത നോക്കിയേ, ഇലക്ട്രിക് ഫാനിൽ എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അതായത് എന്താണ് ഇലക്ട്രിക്കൽ എനർജി, നമ്മൾ ഫാനിന് എന്താണ് പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഓൺ ആവും. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഡൈനാമോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തിൽ നടക്കുന്നത്? ആ ഒരു എനർജി ചേഞ്ച്, ഓപ്പോസിറ്റ് എനർജി ചേഞ്ച് ആണ് എവിടെ നടക്കുന്നത്? ഇലക്ട്രിക് ഫാനിൽ നടക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഡൈനാമോയിൽ എങ്ങനെയാണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. എന്നാൽ ഇലക്ട്രിക്കൽ ഫാനിൽ എന്ത് നടക്കും? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറും. അടുത്തത് ഇലക്ട്രിക് ബെല്ലിൽ എന്താണ്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഇലക്ട്രിക് ബെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറും? സൗണ്ട് എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ എന്താണ് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? ശബ്ദോർജ്ജമായിട്ട് മാറും. അപ്പോൾ മൂന്നെണ്ണമാണ് നോക്കിയത്. ഡയനാമോയിൽ എന്താണ്? ഡയനാമോയിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാവും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഫാനിലാണെങ്കിലോ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവും. തേർഡ് വൺ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ബെല്ലാണ്. ഇലക്ട്രിക് ബെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം, അതായത് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? സൗണ്ട് എനർജി അല്ലെങ്കിൽ ശബ്ദോർജ്ജമായിട്ട് മാറും. അടുത്തത് ഇലക്ട്രിക് അവൻ. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അപ്പോൾ അവനിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം താപോർജ്ജമാവും. അതായത് ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും അല്ലേ. അപ്പം അവനിൽ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറും. അടുത്തത് ഇലക്ട്രിക് ബൾബിലാണെങ്കിലോ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ ഊർജ്ജമായിട്ടല്ല മാറുന്നത്. ഇലക്ട്രിക് ബൾബിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറും? പ്രകാശോർജ്ജം ലൈറ്റ് എനർജിയും അതേപോലെ താപോർജ്ജം ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എനർജി കൺവേർഷൻ വരുമ്പം ഒരു എനർജി ആയിട്ട് മാത്രമല്ല, അവിടെ എന്താണ് ഒന്നിലധികം എനർജികളാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ബൾബിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറുന്നു? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നു. ഓക്കെ, അടുത്തത് ബാറ്ററിയിൽ എന്താണ് സംഭവിക്കുന്നത്? രാസോർജ്ജം കെമിക്കൽ എനർജി വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. അതായത് കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ബാറ്ററി വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മളെല്ലാവരും ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ ടോയ്സിനകത്തും ക്ലോക്കിനകത്തും ഒക്കെ ബാറ്ററി യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ടോയ്സിനകത്തൊക്കെ ആണെങ്കിൽ നമ്മളത് ചാർജൊക്കെ ചെയ്യാൻ ബാറ്ററി വേണം അതിന് ചാർജ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ രാസോർജ്ജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറും. അടുത്തത് ഇലക്ട്രിക് മോട്ടോർ. എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവും. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവും. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇലക്ട്രിക് മോട്ടറുണ്ട്. മോട്ടർ വെക്കുമ്പോൾ എന്താണ്? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതെന്തായിട്ട് മാറും? ആ ഇലക്ട്രിസിറ്റി പിന്നീട് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഇലക്ട്രിക് അവനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. പിന്നീട് ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയുമായിട്ട് മാറും. പിന്നീട് ബാറ്ററിയിൽ എന്താണ്? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക് മോട്ടറിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി എന്താണ്? യാന്ത്രികോർജ്ജമായിട്ട് മാറും. അടുത്തത് ഗ്യാസ് സ്റ്റൗ. ഗ്യാസ് സ്റ്റൗവിൽ എന്താണ് സംഭവിക്കുന്നത്? രാസോർജ്ജത്തെ താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ സംഭവിക്കുന്നത് രാസോർജ്ജമാണ് വരുന്നത് അല്ലേ? രാസോർജ്ജത്തെ എന്തൊക്കെയാക്കി മാറ്റുന്നു? താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു. ഗ്യാസ് സ്റ്റൗവിൽ അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ അത് എന്താണ്? ഇലക്ട്രിക് സ്റ്റൗ അല്ല കേട്ടോ, ഗ്യാസ് സ്റ്റൗ ആണ്, അത് ഓർത്തോണം. ഗ്യാസ് സ്റ്റൗവിൽ എന്താണ് സംഭവിക്കുന്നത്? രാസോർജ്ജത്തെ താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു. ഓക്കെ, നമ്മൾ എവിടെയാണ്? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് ബൾബിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലോ രാസോർജ്ജം കെമിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറും? ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. അടുത്ത ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജമാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. അതെന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇനി മൈക്രോഫോണിലാണെങ്കിലോ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഡയനാമോയും ഇലക്ട്രിക്കൽ ഫാനും പറഞ്ഞതുപോലെ തന്നെ തിരിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ? ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. നിങ്ങളിത് മറന്നു പോകരുത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് മീൻസ് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. ആ ഒരു എനർജി ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ അത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നോക്കിക്കേ, ലൗഡ് സ്പീക്കറിൽ എന്താണ്? വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? സൗണ്ട് എനർജി ആയിട്ട് മാറും. എന്നാൽ മൈക്രോഫോണിലാണെങ്കിലോ സൗണ്ട് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഒന്നുകിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ എന്താണ്? മൈക്രോഫോൺ പഠിച്ചു വെക്കുക. അത് പഠിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേന്ന് ഓർത്താൽ. രണ്ടും കൂടി പഠിക്കുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ആകും. ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ലൗഡ് സ്പീക്കർ പഠിക്കുക. ലൗഡ് സ്പീക്കറിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? സൗണ്ട് എനർജി ആയിട്ട് മാറും. അപ്പോൾ മൈക്രോഫോണിൽ എന്താണ്? തിരിഞ്ഞാണ് വരുന്നത്. അങ്ങനെ ഓർക്കുക. ഓക്കെ, അടുത്തത് ടെലിവിഷൻ. എന്താണ്? വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. അപ്പോൾ ടെലിവിഷനിൽ എന്താ എനർജി ചേഞ്ച് നടക്കുന്നത്? വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറും? സൗണ്ട് എനർജി ആവുന്നുണ്ട്, ലൈറ്റ് എനർജി ആവുന്നുണ്ട്, ഹീറ്റ് എനർജി ആവുന്നുണ്ട്. ടി വി ചൂടാവാറുണ്ട് അല്ലേ? കുറേ നേരം നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടി വി ചൂടാവാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ശബ്ദോർജ്ജം, നമുക്ക് സൗണ്ട് കേൾക്കാം, പ്രകാശം കാണാൻ പറ്റും, അതേപോലെ എന്താണ്? താപോർജ്ജം ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നുണ്ട്. ഇനി ഹെയർ ഡ്രയർ നോക്കിയേ, വൈദ്യുതോർജ്ജത്തെ ശബ്ദവും താപോർജ്ജവും ഗതികോർജ്ജവും ആക്കി മാറ്റുന്നു. അപ്പം ഹെയർ ഡ്രയറിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് വരുന്നത്. അവിടെ എന്തൊക്കെയായി മാറുന്നു? ശബ്ദോർജ്ജമാവുന്നു. ശബ്ദോർജ്ജമാവുന്നു. സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. ഹെയർ ഡ്രയർ ഓൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അല്ലേ? അപ്പം ശബ്ദോർജ്ജം ഉണ്ട്, താപോർജ്ജം ഹീറ്റ് എനർജി ഉണ്ട്. അതിനകത്ത് ഹീറ്റ് കൊണ്ടാണ് മുടി സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നത്. അടുത്ത എന്താണ്? ഗതികോർജ്ജം. ഗതികോർജ്ജം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്താണ്? കൈനറ്റിക് എനർജിയും ഉണ്ട് അല്ലേ? അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. മുടി ഇങ്ങനെ മൂവ് ചെയ്താണ് വരുന്നത്. അപ്പം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ശബ്ദോർജ്ജം വരുന്നുണ്ട്, താപോർജ്ജം വരുന്നുണ്ട്, അതേപോലെ ഗതികോർജ്ജവുമാക്കി മാറ്റുന്നു. എന്താണ്? ഹെയർ ഡ്രയറിൽ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് പറഞ്ഞത്. അടുത്തത് മെഴുകുതിരി കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. അപ്പം മെഴുകുതിരി കത്തുമ്പോൾ എന്താണ്? രാസോർജ്ജം കെമിക്കൽ എനർജിയാണ്. മെഴുകെന്ന് പറയുന്നത് വാക്സ് ആണ് അല്ലേ? അപ്പോൾ രാസോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നു? ലൈറ്റ് എനർജിയും അതേപോലെ ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പം എന്തൊക്കെ പറഞ്ഞു? ടെലിവിഷനിലാണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ എന്തൊക്കെയാക്കി മാറ്റാം? ലൈറ്റ് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട് അല്ലേ? അടുത്തത് ഹെയർ ഡ്രയർ ആണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ എന്തൊക്കെയാക്കി മാറ്റും? അവിടെയും സൗണ്ട് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, അതേപോലെ ഗതികോർജ്ജവും ഉണ്ട് അല്ലേ? താപോർജ്ജവും ഗതികോർജ്ജവും ആക്കി മാറ്റുന്നു. ഇനി മെഴുകുതിരി കത്തുമ്പോഴാണെങ്കിൽ രാസോർജ്ജം എന്തൊക്കെയായി മാറുന്നു? ലൈറ്റ് എനർജിയും അതേപോലെ തന്നെ ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നു. അടുത്തത് വൈദ്യുത ഇസ്തിരിപ്പെട്ടി. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ പ്രത്യേകത എന്താണ്? വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? താപോർജ്ജമായിട്ട് മാറും അല്ലേ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അടുത്തത് വൈദ്യുത ജനറേറ്റർ. ജനറേറ്ററിൽ എന്താണ്? യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ട്
മാറുന്നു. അപ്പോൾ ജനറേറ്ററിൽ നടക്കുന്നത് എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എവിടെയാണ്? ഡൈനാമോയിലെ സെയിം പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? വൈദ്യുത ജനറേറ്ററിലും നടക്കുന്നത്. അവിടെ എങ്ങനെയാണ്? യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അടുത്തത് ഇന്ധനങ്ങളിൽ എന്താണ് നടക്കുന്നത്? രാസോർജം താപോർജമായിട്ട് മാറുന്നു. ഇന്ധനങ്ങൾ അല്ലെ, LPG നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്, അവിടെ എന്താണ്? രാസോർജമാണ്. അതെന്താണ്? താപോർജം, ചൂടായിട്ട് മാറുന്നു കത്തുമ്പോൾ അല്ലേ. അപ്പൊ എന്താണ്? ഇന്ധനങ്ങളിൽ രാസോർജം താപോർജമായിട്ട് മാറുന്നു. ഇനി പ്രകാശ സംശ്ലേഷണം, അവിടെ എന്താണ് സംഭവിക്കുന്നത്? സൗരോർജം രാസോർജമായിട്ട് മാറുന്നു. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളുക, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം ബാക്കിയെല്ലാം ഓരോ മെഷീൻസും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സൗരോർജം അല്ലേ, സോളാർ എനർജിയാണ്, ഹീറ്റ് എനർജി അല്ല ശരിക്കും, അവിടെ സോളാർ എനർജി, സൺലൈറ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? സൗരോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറും. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിൽ എന്താണ് സംഭവിക്കുന്നത്? സൗരോർജം, സോളാർ എനർജി എന്തായിട്ട് മാറുന്നു? രാസോർജം, കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ എന്താണ്? വൈദ്യുതോർജം എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. വൈദ്യുത ജനറേറ്ററിലാണെങ്കിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇന്ധനങ്ങളിലാണെങ്കിലോ കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. പിന്നീട് പ്രകാശ സംശ്ലേഷണമാണെങ്കിൽ സോളാർ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. അടുത്തത് ഇന്ധനങ്ങൾ, ഫ്യൂവൽസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ? പലതരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്, നമുക്കതൊക്കെ ഒന്ന് നോക്കാം. നോക്കിക്കേ. ഫ്യൂവൽസ്, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് കത്തിക്കഴിഞ്ഞാൽ ചൂട് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ധനം എന്ന് പറയാം. ഉദാഹരണം വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഇതെല്ലാം എന്താണ്? കത്തുമ്പോൾ എന്താണ്? താപം പുറത്തേക്കാണ് വരുന്നത്, ചൂട് പുറത്തേക്ക് വരും അല്ലേ. അപ്പം വിറക് കത്തിക്കുമ്പോൾ എന്താണ്? പുക വരും, ചൂട് പുറത്തേക്ക് വരും. മണ്ണെണ്ണയാണെങ്കിലും അങ്ങനെ, ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാം എന്താണ്? ഇതെല്ലാം കത്തിക്കുമ്പോൾ എന്താണ്? ചൂട് പുറത്തേക്ക് വരും അല്ലേ. അങ്ങനെയുള്ള എന്താണ് വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇനി ഇന്ധനങ്ങളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഇന്ധനങ്ങളെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഇതെല്ലാം എന്താണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഇന്ധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിക്കേ. ഖര ഇന്ധനങ്ങൾ. ഇപ്പോൾ ഖര ഇന്ധനങ്ങൾ എന്താണ് നോക്കിക്കേ. ഉദാഹരണം വിറക്, കൽക്കരി, അതായത് സോളിഡ് ആണ്. ആ ഇന്ധനങ്ങളെല്ലാം എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അത് കാണപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് വിറക്, കൽക്കരി. വിറകും കൽക്കരി എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഖര ഇന്ധനങ്ങൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് ദ്രാവക ഇന്ധനങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. ഇവയൊക്കെ എന്താണ്? ദ്രാവക, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഇന്ധനം, ലിക്വിഡ് ഫ്യൂവൽസ് ആണ്. ഏതൊക്കെയെന്ന് പറഞ്ഞത്? മണ്ണെണ്ണ, ഡീസൽ, പിന്നെ പെട്രോള്, ഇതൊക്കെ എല്ലാം എന്താണ്? ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവക ഇന്ധനങ്ങൾ. അപ്പൊ ഖര ഇന്ധനങ്ങൾ, സോളിഡ് ഫ്യൂവൽസ് ഏതൊക്കെയാണ്? വിറകും കൽക്കരിയും, അതെല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതെല്ലാം സോളിഡ് ഫ്യൂവൽസ് ആണ്. ലിക്വിഡ് ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ് മണ്ണെണ്ണ, പിന്നീട് നമ്മൾ പറഞ്ഞ പെട്രോൾ, ഡീസൽ, ഇതെല്ലാം എന്താണ്? ദ്രാവക ഇന്ധനങ്ങളാണ്. ഇനി അതേപോലെ തന്നെ ഈ ഡീസലും പെട്രോളും മണ്ണെണ്ണ എല്ലാം എവിടെ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മൂന്ന് വസ്തുക്കളാണ് മണ്ണെണ്ണ, ഡീസൽ, പെട്രോള്, ഇതെല്ലാം. പെട്രോളിയത്തിൽ നിന്നാണ് ഇതെല്ലാം വേർതിരിച്ചെടുക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഇന്ധനങ്ങളാണ് വാതക ഇന്ധനങ്ങൾ. അപ്പോൾ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. LPG, CNG, അതേപോലെ തന്നെ എന്താണ്? ഹൈഡ്രജൻ. ഇതെല്ലാം എന്താണ്? വാതക ഇന്ധനങ്ങളാണ്, ഗേഷ്യസ് ഫ്യൂവൽസ് ആണ് അല്ലേ. അപ്പോൾ സോളിഡ് ഫ്യൂവൽസ് ഉണ്ട്, ലിക്വിഡ് ഫ്യൂവൽസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഗേഷ്യസ് ഫ്യൂവൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഗേഷ്യസ് ഫ്യൂവൽസിന് എക്സാമ്പിൾ LPG പറഞ്ഞിട്ടുണ്ട് അല്ലേ, CNG, പിന്നെ എന്താണ്? ഹൈഡ്രജൻ. LPG എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, പിന്നീട് ഹൈഡ്രജൻ. ഇതെല്ലാം എന്താണ്? ഗേഷ്യസ് ഫ്യൂവൽസ് അല്ലെങ്കിൽ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, അതേപോലെ തന്നെ ഹൈഡ്രജൻ. ഇതെല്ലാം വാതക ഇന്ധനങ്ങളാണ്. അപ്പോൾ ഇന്ധനങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനങ്ങളുണ്ട് അല്ലേ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ പറഞ്ഞത്?
കൽക്കരിയും പിന്നെ അതേപോലെ തന്നെ വിറകും. ഇനി ദ്രാവക ഇന്ധനങ്ങളാണെങ്കിൽ പെട്രോള്, ഡീസൽ, പിന്നീട് ഏതാണ് മണ്ണെണ്ണ. ഇതെല്ലാം എന്താണ് ദ്രാവക ഇന്ധനങ്ങളാണ്. പിന്നീട് പറഞ്ഞത് വാതക ഇന്ധനങ്ങൾ. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അത് വാതകമായിട്ടായിരിക്കും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് LPG, CNG, പിന്നീട് ഏതാണ് പിന്നീട് നമ്മൾ പറഞ്ഞ LPG, CNG, ഹൈഡ്രജൻ. ഇതെല്ലാം എന്താണ് വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. അപ്പം നോർമൽ ഫ്യൂവൽ അല്ല നമ്മൾ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക പേര് പറയും. എന്ത് പേര് പറയും? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പേര് പറയും. അപ്പോൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് നമ്മൾ എന്ത് പേര് പറയും? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയും. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിന് കാരണം ജ്വലനമാണ്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരാൻ കാരണം എന്താണ്? ജ്വലനമാണ്, അല്ലേ? അത് കത്തുന്നത് കൊണ്ടാണ്. ജ്വലനം എന്നാണ് കൊടുത്തിരിക്കുന്നത്, ജ്വലനമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിന് കാരണം എന്താണ്? ജ്വലനമാണ്, അല്ലെ? അത് കത്തുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ താപം പുറത്തേക്ക്, കത്തിയാൽ മാത്രമേ താപം പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്വലനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഊർജം പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം എന്താണ്? ഊർജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഇന്ധനങ്ങളെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഊർജ സ്രോതസ്സുകളെന്ന് പറയാം. ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്? നമുക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ അതേപോലെ എല്ലാ വസ്തുക്കൾക്കും എന്താണ്? അതേപോലെ ഒരു എനർജി വേണം അതിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മനുഷ്യന് മാത്രമല്ല മറ്റ് വസ്തുക്കളായാലും എന്താണ്? അവർക്ക് എല്ലാവർക്കും എന്താണ്? ഒരു എനർജി ഉണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു എനർജി ആവശ്യമാണ്. ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ്. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്, അല്ലേ? അപ്പോൾ എന്തൊരു വസ്തു കത്തണമെങ്കിലും അവിടെ എന്ത് വേണം? വായു വേണം. അപ്പോൾ എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വസ്തുവാണെങ്കിലും കത്തുകയുള്ളൂ. അപ്പോൾ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കത്തുകയുള്ളൂ. അപ്പം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. മറന്നുപോയത്, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഇനി ഇന്ധനങ്ങൾക്ക് കത്താൻ വായു ആവശ്യമാണ്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എന്ത് സാധനമാണെങ്കിലും കത്താൻ വായു വേണമെന്ന്. ഇപ്പോൾ ഒരു പേപ്പർ കത്തിക്കണമെങ്കിൽ എന്താണ്? വായു വേണം, അല്ലേ? ആ ഓക്സിജന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേപ്പർ കത്തിപ്പിടിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താണ്? ഇന്ധനങ്ങൾക്കായാലും കത്താൻ എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫ്യൂവൽസ് ഊർജം പുറത്തുവിടുന്നത്. അപ്പോൾ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഇന്ധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ധനങ്ങളിലെ ഊർജം പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? വായുവിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഇവർ കത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവാണെങ്കിലും കത്താൻ എന്ത് വേണം? വായു ആവശ്യമാണ്. വായുവിലെ ഓക്സിജനാണ് ആവശ്യം. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വസ്തുവും കത്തുള്ളൂ. അപ്പോൾ ഇന്ധനങ്ങൾക്ക് കത്താനും എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. അടുത്ത് നോക്കിയേ, പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന കേന്ദ്രങ്ങളാണ് പെട്രോളിയം റിഫൈനറി. അപ്പം പെട്രോളിയത്തിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, മണ്ണെണ്ണയും ഡീസലും പെട്രോളും ഒക്കെ എന്താണ്? പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഈ പെട്രോളിയത്തിൽ നിന്ന് ഡീസലും പെട്രോളും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളെ നമ്മൾ എന്തോ പറയും? പെട്രോളിയം റിഫൈനറി എന്ന് പറയും. എന്ത് പറയും? പെട്രോളിയം റിഫൈനറി എന്ന് പറയും. അപ്പം പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ ഇവയൊക്കെ വേർതിരിച്ചെടുക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്തെന്ന് പറയും? പെട്രോളിയം റിഫൈനറി എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏവിയേഷൻ ഫ്യൂവൽ പറഞ്ഞിരുന്നു. എന്താണ് ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിമാനത്തിന്, അതായത് വിമാനത്തിന് ആവശ്യമായ ഫ്യൂവൽ. അത് നോർമൽ ഫ്യൂവൽ അല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെട്രോളിയം റിഫൈനറി എന്താണ്? പെട്രോളിയത്തിൽ നിന്ന് ഡീസലും പെട്രോളും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന സ്ഥലത്തെയാണ് പെട്രോളിയം റിഫൈനറി എന്ന് പറയുന്നത്. അടുത്തത്,
അടുപ്പിൽ വിറക് കത്താനായി ഊതുന്നതിന് കാരണം ഇപ്പം നമ്മൾ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ അടുപ്പുണ്ട് അല്ലേ. അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പം തീ അണഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഊതി ഊതി തീ കത്തിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഊതി തീ കത്തിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ശരിയായ വായു സഞ്ചാരമുള്ള അടുപ്പിൽ വിറവ് നന്നായി കത്തുന്നു. അപ്പം നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് വിറക് നന്നായിട്ട് കത്തും അല്ലേ. അപ്പോൾ അടുപ്പിൽ നന്നായിട്ട് എന്ത് വേണം, വായു സഞ്ചാരം വേണം. അപ്പം നമ്മളിങ്ങനെ ഊതുന്ന വഴി എന്താണ് നല്ല വായു സഞ്ചാരം ആ അടുപ്പിൽ കിട്ടുകയും അങ്ങനെയാണ് ആ ഒരു വായു സഞ്ചാരത്തിൽ വെച്ചിട്ട് എന്താണ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണത് കത്തുന്നത്. അപ്പോൾ അടുപ്പിൽ നമ്മൾ തീ ഊതുന്നതിന് കാരണം എന്താണ്, ആ ഒരു വായു സഞ്ചാരം അവിടെ ലഭിക്കും. അങ്ങനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അത് വീണ്ടും എന്ത് ചെയ്യും, കത്തും. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജൻ ആണ് അല്ലേ. അപ്പം ആ ഒരു ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അവിടെ എന്ത് സംഭവിക്കും, തീ വീണ്ടും ആളിക്കത്തും. അടുത്ത് നോക്കിയേ, ഇനി ഊർജ്ജ സ്രോതസ്സുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ പറഞ്ഞു ഈ ഫ്യൂവൽസ് എല്ലാം എന്താണ് ഊർജ്ജ സ്രോതസ്സുകളാണ്. കാരണം അവർ എന്താണ് കത്തുന്ന സമയത്ത് എന്താണ് എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് അവരും എന്താണ് ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇനി ഈ ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നും. അതായത് കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഊർജ്ജ സ്രോതസ്സുകളെ എല്ലാം. ഇനി അതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പെട്രോളിയം. അപ്പം എങ്ങനെയാണ് പെട്രോളിയം ഉണ്ടാകുന്നത് എന്നൊന്ന് നോക്കാം. എങ്ങനെയാണ് പെട്രോളിയം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് പെട്രോളിയം. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ അടിയിൽ പല കാരണങ്ങളായിട്ട് ഇപ്പം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ കൊണ്ടോ ഒക്കെ ഭൂമിയുടെ അടിയിൽ അകപ്പെട്ട് വളരെ ആഴത്തിലിറങ്ങി അകപ്പെട്ട് പോയ ജൈവ അവശിഷ്ടങ്ങൾ അല്ലേ, ബയോളജിക്കലായിട്ടുള്ള വേസ്റ്റുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ആ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം എന്നൊരു പറയുന്ന സാധനം ഖനനം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഈ ജൈവാവശിഷ്ടങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പല പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അല്ലെ പ്രകൃതിയുടെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്താണ് ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് ഓരോന്ന് നശിച്ചു പോയി. ആ നശിച്ചത് ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ പോയി ആ അവശിഷ്ടങ്ങൾ ഏറ്റവും ഭൂമിയുടെ അടിയിൽ കിടന്നിട്ട് അവിടുന്ന് നമ്മൾ എന്താണ് ഖനനം ചെയ്തിട്ടാണ് പെട്രോളിയം എന്ന് പറയുന്ന ഒരു സാധനം നിർമ്മിക്കുന്നത് അല്ലേ. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരുന്നത്, പെട്രോളും ഡീസലും മണ്ണെണ്ണയും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കൽക്കരി. അപ്പം നമ്മൾ പറയും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, പെട്രോളിയം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കും, കൽക്കരി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ആ വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക. ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പെട്രോളിയം ലഭിക്കും. അതേപോലെ സസ്യത്തിൻ്റെ അവശിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കും, കൽക്കരി അല്ലേ. കോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, സസ്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി പെട്രോളിയം, കൽക്കരി എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പെട്രോളിയത്തെയും കൽക്കരിയെയും എന്താണ്, ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്, അത് വളരെയധികം വർഷങ്ങൾ കൊണ്ട് എന്താണ് ഭൂമിയുടെ അടിയിൽ കിടക്കുകയാണ്. പിന്നീട് നമ്മൾ എന്താണ് ഖനനം ചെയ്ത് കുഴിച്ചാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ജൈവാവശിഷ്ടം അതായത് ഭൂമിയുടെ അടിയിൽ കിടന്ന കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ കിടന്ന ജൈവാവശിഷ്ടങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എന്താണ് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നീട് എന്താണ് അത് സസ്യാവശിഷ്ടങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് കൽക്കരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കൽക്കരിയും പെട്രോളിയത്തെ എല്ലാം നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഓക്കെ, ഇനി നോക്കിയേ, ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഇവ അറിയപ്പെടുന്നതാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ധനങ്ങൾ അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ഈ പെട്രോളിയം അതേപോലെ കൽക്കരി പോലുള്ള ഇന്ധനങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇവ നമ്മൾ ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, നമുക്കിത് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഇതിനെ നിർമ്മിക്കാൻ അല്ലെ പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഇന്ധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപയോഗിച്ച് തീരാം. നമുക്ക് ഈ സാധനങ്ങൾ കുറേ നമ്മുടെ ഭൂമിയുടെ അടിയിലുണ്ട്. അത് പക്ഷേ നമ്മൾ ഖനനം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ആ ഒരു സാധനം അവിടെ ഇല്ല.
അതവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ഇന്ധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരമ്പര്യ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷണൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ തീർന്നു പോകുന്ന ഇന്ധനങ്ങളാണിവ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവയുടെ ഉപയോഗം നമ്മൾ എന്താണ് നിയന്ത്രിക്കണം. നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഭാവിയിൽ തീർന്നു പോകാം. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കി, പെട്രോളും ഡീസലും മണ്ണെണ്ണയൊന്നും ഇല്ല, മണ്ണെണ്ണ ഇല്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കാം, ഗ്യാസ് സ്റ്റൗവെങ്കിലും ഉണ്ട്. അത് CNGയും LPG ഒക്കെ എല്ലാം ഇതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വണ്ടി ഓടാതെ ഇരിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യണം, നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഇത് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ചിലവാക്കി നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു അളവ് കുറച്ച്, അതായത് ഉപയോഗത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് കാലത്തേക്കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ്, ഭാവിയിൽ ഇത് തീർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിറക് ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. വിറക് എന്താണ്, ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ പോലുള്ള ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് എന്ന് പറഞ്ഞ വിറക്. ഈ നാട്ടിലെ വിറക് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വിറക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്തിക്കാൻ വിറകില്ല. അപ്പോൾ വിറക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു കൺവെൻഷണൽ ഫ്യൂവലാണ്. അടുത്തത് പെട്രോളിയത്തിൻ്റെ ഉപയോഗങ്ങൾ. എന്തൊക്കെയാണ് പെട്രോളിയത്തിൻ്റെ ഉപയോഗങ്ങൾ? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പെട്രോളിയത്തിൽ നിന്നാണ്, അല്ലേ? അപ്പം പെട്രോളിയം നമ്മൾ ഖനനം ചെയ്തെടുത്ത് അതിൽ നിന്ന് പിന്നീട് വേർതിരിച്ചെടുക്കുന്ന വസ്തുക്കളാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG പോലുള്ള വസ്തുക്കളെല്ലാം എന്താണ്, പെട്രോളിയം എന്ന് പറയുന്ന ആ ഒരു മെയിൻ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് അതിനെ വേർതിരിച്ച് പല ബൈ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ പ്രധാനമായും പെട്രോൾ, ഡീസൽ, ടാർ, മണ്ണെണ്ണ ഇതൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. അടുത്തത് കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ്, അതേപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ, ഒരുപാട് മെഡിസിൻസിന് എന്താണ് ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ 2 ഗുണങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ മേന്മകൾ, ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, പെട്രോൾ, ഡീസൽ പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്, പെട്രോളിയത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞ കാര്യം ഏതാണ്, ഔഷധങ്ങൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, കീടനാശിനികൾ, ഇതിലൊക്കെ നമ്മൾ എന്താണ് ഈ പെട്രോളിയം പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പെട്രോളിയം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.